ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 3 മീഡിയം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, 2-3 പച്ചമുളക്, വേപ്പില, തക്കാളി. ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഞണ്ടിൻ്റെ പുറകിലുള്ള ഈ ഒരു കവർ പതുക്കെ ഒന്ന് പൊക്കി കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ മേളിലുള്ള ഷെല്ല് മാറ്റുക. പിന്നെ ഈ കാണുന്ന ഞണ്ടിൻ്റെ ഞരമ്പുകളെല്ലാം എടുത്ത് മാറ്റുക. മഞ്ഞ കളറിൽ കാണുന്നത് ഞണ്ടിൻ്റെ പൊന്നാണ്, അത് കളയേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഈ കാലുകൾ, ഇത് പല്ലുള്ള കാലാണ്, ഇതിൻ്റെ അകത്ത് മാംസമുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം സൈഡിലുള്ള ഈ കാലുകൾ, ചില ഞണ്ടുകൾക്ക് മാംസളമായ കാലുകളായിരിക്കും, അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ മേളിൽ കാണുന്ന ഈ ഒരു ബ്രൗൺ കളറുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം താഴെയുള്ള ഭാഗത്ത് മാംസം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. അതിനുശേഷം ഇത് ഒരുപാട് വലിയ ഞണ്ടൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ 2 പീസായിട്ടാണ് ഞാനിവിടെ മുറിച്ചിരിക്കുന്നത്. ഇനി പല്ലിൻ്റെ ഭാഗം കാലിൽ നിന്ന് മാറ്റുക. അതിനുശേഷം അത് 2ആയിട്ട് കട്ട് ചെയ്ത് ഇടാവുന്നതാണ്. ഈ ഒരു കാലിൽ നല്ലതായിട്ട് തന്നെ മാംസമുണ്ട്. ഇത് വളരെ ചെറിയൊരു കാലാണെങ്കിലും അതിൻ്റെ അകത്ത് നല്ല മാംസം കാണും. ഞണ്ടുകളെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. ഒരല്പം നേരം മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാലും നല്ലതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞണ്ട് കൂട്ടി കഴിയുമ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന വയറിൻ്റെ നോവും അസുഖങ്ങളും ഒക്കെ വരാതിരിക്കാനായിട്ട് നല്ലതാണ്. ഇതിന് ശേഷം 2-3 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. ഒരു പാത്രത്തിൽ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഫ്ലേവർ എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇത് ഇട്ട് വഴറ്റുന്നത്. അതിന് ശേഷം വേപ്പില ഇട്ട് വഴറ്റുക. പിന്നെ 2-3 പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റുക. അതിന് ശേഷം സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തെന്നാൽ പെട്ടെന്ന് തന്നെ വഴന്ന് സോഫ്റ്റായി കിട്ടും. ഇതൊരുപാട് ബ്രൗൺ നിറമാകുന്നത് വരെയൊന്നും വഴലേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സോഫ്റ്റായി പച്ചമണം മാറി കിട്ടിയാൽ മതി. സവാള പാകത്തിന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിന് ശേഷം സെൻറ്ററിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് തീ വളരെയധികം സിമ്മിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതേപോലത്തെ ഒരു സ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേ സ്പൂണിൽ തന്നെ 1.25 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിന് സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞണ്ട് കറിക്ക് ഒരല്പം എരിവുള്ളത് നല്ലതാണ്. ഇനി ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കാൻ പോകുന്നത്. ഞണ്ട് കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നതാണ് പെരിഞ്ചീരകവും കുരുമുളകും. അതും കൂടി പൊടിച്ച് ചേർത്ത് മസാല നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പുളിക്ക് ആവശ്യമായിട്ട് 2 സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ടീസ്പൂണിനാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം തീ നന്നായി കൂട്ടിയിട്ട് കൊടുക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും തീ കുറച്ചതിന് ശേഷം മൂടി വെച്ച് 20 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. 20 മിനിറ്റ് കൊണ്ട് തന്നെ കറി നല്ലതായിട്ട് വെന്ത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.